വഖഫ് അധിനിവേശത്തിൽ മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേട്ട്, ഫറൂഖ് കോളേജ് ഭൂമി ഇടപാടുകൾ നിയമവിരുദ്ധം. കൃത്രിമരേഖയിലെ ഭൂമിയാണ് സിദ്ദിഖ് സേട്ട് വിൽപ്പന നടത്തിയതെന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകൾ ഷംഷാദ് ഹുസൈൻ സേട്ടിന്റെ വെളിപ്പെടുത്തൽ. ഭൂമി ഇടപാടിന്റെ രേഖകൾ ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്ക്. ജനങ്ങളിൽ എത്താത്ത കുറേ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ ജനങ്ങൾക്ക് കാണിക്കാൻ തയ്യാറായിരിക്കുന്നതും ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരേണ്ടതുമാണ്. ഈ രേഖകൾ വഴി ഈ തിരുവിതാംകൂർ മഹാരാജാവ് 404 ഏക്കർ ഭൂമി കൊടുത്തത് അബ്ദുൽ സത്താർ ഹാജി മൂസക്കായിരുന്നു. ഇത് തിരിമറി ചെയ്തിട്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കി സിദ്ദീഖ് സേട്ട് കൂട്ടുനിന്ന് പ്രമാണങ്ങൾ ചെയ്യിച്ചിട്ട് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വിൽപ്പന വഖഫ് ചെയ്ത ആധാരം ശരിയല്ല, അത് റദ്ദ് ചെയ്യേണ്ടതാണ്. അതിനുള്ള രേഖകളെല്ലാം ഞാനിവിടെ കാണിക്കാൻ തയ്യാറാണ്. അത് ഗവൺമെന്റിന് ഈ ക്രമക്കേട് 404 ഏക്കർ ഭൂമി ക്രമക്കേടുകൾക്ക് വന്നേക്കുന്നത് ഈ ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടാനാണ് ഈ പ്രമാണം ഉണ്ടാക്കിയത്. സിദ്ദിഖ് സേട്ട് 1950 ഉണ്ടാക്കിയത് ഗവൺമെന്റിനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ആധാരം ഇയാൾ ചെയ്തേക്കുന്നത് കുറേ വളരെ അധികം ഈ ആധാരത്തിൽ പല രേഖകൾ വ്യത്യാസങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭൂമിയാണത്. ഇത് അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് പട്ടയം കിട്ടിയതാകാം, അല്ലാന്നുണ്ടെങ്കിൽ പാട്ടച്ചീട്ട് കിട്ടിയതാവാം. ഇയാൾ ഒരു കെയർ ടേക്കറിൻ്റെ കഥയുണ്ട്. അതായത് ഈ പത്രത്തിൽ ഈ രേഖകളിൽ കെയർ ടേക്കറായിട്ടാണ് സിദ്ദിഖ് സേട്ട് നിന്നത്. ആ കഥകളൊക്കെ എനിക്ക് അടുത്ത ദിവസം ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരും. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഷംഷാദ് ഹുസൈൻ സേട്ടിൻ്റെതായി ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ രേഖകൾ ഉൾപ്പെടെ ഇത് വ്യാജരേഖയെന്ന് സമർത്ഥിക്കാനും അവർക്കാകുന്നു. ആദ്യം അവർ പറഞ്ഞത് എന്തൊക്കെ? അനു, ഈ മുനമ്പത്തെ ജനങ്ങൾ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മുനമ്പത്തെ ഭൂമി വഖഫിന് അവകാശപ്പെടാൻ കഴിയില്ല, വഖഫിൻ്റേതല്ല എന്ന കാര്യം ശരിവെക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് പുറത്തുവിടുന്നത് തന്നെ ഈ വഖഫിലേക്ക് ഈ ഭൂമി എത്തുന്ന വഴി തന്നെ ഫാറൂഖ് കോളേജിന് കിട്ടിയതിന് ശേഷമാണ്. ഇങ്ങനെ ഫാറൂഖ് കോളേജിന് ഈ ഭൂമി കിട്ടാനായിട്ട് കാരണമായിട്ടുള്ള കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കയ്യിലുണ്ടായ ഭൂമി ഈ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഈ ഷംസാദിൻ്റെ മുത്തച്ഛനായിട്ടുള്ള അബ്ദുൽ സത്താർ സേട്ടിനാണ് ഈ രാജാവ് പാട്ടത്തിന് നൽകിയത്. പിന്നീട് ഇവരുടെ കുടുംബാംഗം എന്ന രീതിയിൽ വന്ന സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തിയാണ് ഈ കോളേജിന് വേണ്ടി 1950 ഈ ഭൂമി നൽകുന്നത്. ഇങ്ങനെ ഈ നൽകിയിട്ടുള്ള ഭൂമിയുടെ ക്രയവിക്രയം അടക്കമുള്ള കാര്യങ്ങൾ, കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അത് ക്രമവിരുദ്ധമാണ്, കൃത്രിമമായിട്ടുണ്ടാക്കിയ രേഖകളെ തുടർന്നാണ് ഇത് നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകളും അവരുടെ കൈവശമുണ്ട്. ഈ കുടുംബത്തിന് പാട്ടത്തിന് ഉപയോഗിക്കാനായി കിട്ടിയ ഭൂമി, ആ ഭൂമി പിന്നീട് ഇവരുടെ തന്നെ കുടുംബത്തിലെ ഒരു സുഹൃത്ത് മാത്രമാണ് ഈ സിദ്ദിഖ് സേട്ട്, അല്ലാതെ ഈ കുടുംബവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രക്തബന്ധമുള്ള ആളല്ല. ഇങ്ങനെ സിദ്ദിഖ് സേട്ട് കൈവശമാക്കുകയും പിന്നീട് സിദ്ദിഖ് സേട്ട് അനധികൃതമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഫാറൂഖ് കോളേജിന് കൈമാറുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെയുള്ള ആ ആരോപണങ്ങൾ, ഈ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റേതല്ല എന്ന കാര്യങ്ങളിൽ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ് ഇവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അനു, ശരി, നിർണായക വെളിപ്പെടുത്തലാണ് ഷംഷാദിൻ്റെതായി ജനം TV പുറത്തുവിടുന്നതും.